എടുക്കുന്ന വിവാദ ലോട്ടറി സുവർണ കേരളം. ഇതിന്റെ ഇവിടെ ഒരു പടമുണ്ട്. ഈ പടമാണ് വിവാദത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അപ്പോൾ BJPയും ഹിന്ദു ഐക്യവേദിയൊക്കെ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നറുക്കെടുപ്പ് ഇന്ന് 3 മണിക്കാണ്, ഇത് തടയണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും നറുക്കെടുപ്പ് നടക്കും. ഇത്രയേറെ ലോട്ടറി ടിക്കറ്റ് ഒക്കെ വിറ്റഴിച്ച് കഴിഞ്ഞതാണ്. അപ്പൊ ആ നറുക്കെടുപ്പിന് എന്തായാലും മാറ്റമൊന്നും ഉണ്ടാവില്ല. അവർ പറയുന്നത് ശിവലിംഗത്തിലേക്ക് ആർത്തവ രക്തം ഒഴുകുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് മേടിച്ചത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയണം. നമ്മൾ പല പടങ്ങളിലും കണ്ടിട്ട് എന്താണിത് സംഭവം എന്ന് നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതിലെന്തോ ഒരു പന്തുകേട് തോന്നി. അപ്പോൾ അത് നിങ്ങളിലേക്ക് അവതരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ലോട്ടറി എടുത്തത്. കാരണം എന്ന് വെച്ചാൽ അടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ എടുത്ത ഒരു ലോട്ടറി അല്ല. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. ഇതിനെന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മളൊരു ജനങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എത്തിക്കുക. ഒരു വിവാദത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ലോട്ടറിയിൽ കാണുന്നത് നമ്മളൊരു വിവാദത്തിലൂടെയല്ല, ഒരു വിവാദങ്ങൾ മാറ്റിവെക്കുക അല്ല. ഈ ലോട്ടറിക്കെതിരെയുള്ള വിവാദങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിക്കേറ്റ ഒരു യുവതി പുല്ലിൽ ഇങ്ങനെ തലവെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കണ്ണ് തുറന്നു പിടിച്ചിട്ടുണ്ട്, ഈ കണ്ണ് അടച്ചു വെച്ചിട്ട് ഈ കണ്ണിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നു. അപ്പൊ മൂക്കിലൊക്കെ വരഞ്ഞ പാടുകളുണ്ട്. ഈ തല ഇങ്ങനെയാണ് വരയിരിക്കുന്നത്. സ്ത്രീയുടെ തലയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പൊട്ടുപാടുണ്ട്. ഇതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നതായിട്ടാണ് ഫസ്റ്റ് കാണുന്നവന് തോന്നുകയുള്ളൂ. പിന്നെ ഈ ഡിസൈൻ ചെയ്തവൻ എന്തെങ്കിലും ഇത് കണ്ടുകൊണ്ടാണോ അല്ലേ, മനഃപൂർവ്വമായിട്ട് ചെയ്താണെന്നറിയില്ല. എന്തായാലും ഇത് ഡിസൈൻ ചെയ്തവനും കുറച്ച് ആൾക്കാർ സർക്കാരിനെതിരെ മനഃപൂർവ്വമായിട്ട് ഒരു വിവാദം ഉണ്ടാക്കുവാനും സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുവാനും ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കരുതുവാനായിട്ട്. ഡിസൈൻ ചെയ്തവന്റെ ഉദ്ദേശം എന്തായാലും നല്ല ഉദ്ദേശമല്ല. ഇതിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇത് സർക്കാരിനെതിരെ മനഃപൂർവ്വമായിട്ട് സർക്കാരിന്റെ പ്രതിച്ഛായ ജനങ്ങളിൽ തകർക്കുവാനായിട്ട് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടുപിടിച്ചവനെ സമ്മതിക്കണോട്ടെ. പിന്നെ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലെ ബാത്റൂമുകളിലൊക്കെ ഇതേപോലെ ശിവലിംഗം ഇല്ലാതെ കാലകത്തി പിടിച്ച് വരച്ചുള്ള ഫോട്ടോസൊക്കെ അല്ലെ, വരകളൊക്കെ നമ്മൾ കണ്ട് വളർന്ന ആൾക്കാരായതുകൊണ്ട് സംശയ ദൃഷ്ടിയോടെ നോക്കുമ്പോൾ ഇതിലെന്തോ ഒരു പന്തുകേട് തോന്നിക്കും. പറഞ്ഞത് കറക്റ്റ് ആണെന്ന് തോന്നിക്കും. വിവാദങ്ങളുണ്ടായ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. മതം ഏതായാലും അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇതേപോലുള്ള ചിത്രങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ കേരള ലോട്ടറിയിൽ വരാതിരിക്കാൻ അധികാരപ്പെട്ടവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.